എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തത്? നമുക്ക് 12 മണിയായി. എടി കോപ്പർട്ടി എടുത്ത് കാണാമെങ്കിൽ ഉണ്ടായിരുന്നോ? പ്രോപ്പർട്ടി എടുത്ത് കണ്ടോ നീ? നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആയോണ്ടല്ലേ? അതന്നെ, വാ പോവാ. IUDs or intrauterine devices. നമുക്ക് 3 types of IUDs ആണുള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ IUDs. ഫസ്റ്റ് ജനറേഷൻ IUDs, also known as non-medicated or inert IUDs, യാതൊരുവിധ മെഡിക്കേഷനും ഇല്ലാത്ത IUDs ആണ്. അതായത് കെമിക്കൽസോ ഹോർമോൺസോ അടങ്ങിയിട്ടില്ലാത്ത IUDs. അതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ IUDs. അതിന്റെ എക്സാമ്പിൾ ആണ് ലിപ്പീസ് ലൂപ്പ്. ലിപ്പീസ് ലൂപ്പ് പോളിത്തീൻ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് നോൺ ടിഷ്യൂ റിയാക്റ്റീവും ഡ്യൂറബിളും ആയിട്ടുള്ളതാണ്. ലിപ്പീസ് ലൂപ്പിൽ തന്നെ 4 ടൈപ്സ് ഉണ്ട്, ABCD. അതിൽ D ആണ് ഏറ്റവും ലാർജസ്റ്റ് സൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ IUDs ഓർ മെഡിക്കേറ്റഡ് IUDs അല്ലെങ്കിൽ ബയോ ആക്റ്റീവ് IUDs. ഇതിലെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് മെറ്റാലിക് കോപ്പർ അയോൺസ് ആണ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ കുറെ കേട്ടിട്ടുള്ള കോപ്പർ 7, കോപ്പർ T220C, കോപ്പർ T380A അതൊക്കെയാണ്. ഇതിൽ ഈ 220, 380 എന്നൊക്കെ പറയുന്നത് അതിന്റെ സർഫസ് ഏരിയ ഇൻ മില്ലിമീറ്റർ സ്ക്വയറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് അത്യാവശ്യം അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആസ് എ കോൺട്രസെപ്റ്റീവ് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത് നള്ളി പേരൻസ് വിമണിന് വരെ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ OP കണ്ട പോലെ ഒരു ക്വിക്ക് പ്രൊസീജിയറാണ്. പെട്ടെന്ന് വന്ന് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് OP നിന്ന് തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ തിരിച്ചയക്കാവുന്നതാണ്. ഇനി തേർഡ് ജനറേഷൻ IUDs എന്ന് പറയുന്നത് അഗൈൻ മെഡിക്കേറ്റഡ് ആണ്, ബയോ ആക്റ്റീവ് ആണ്. ഇത് ആക്ച്വലി ഹോർമോണൽ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് LNG-20 പ്രൊജസ്റ്റോസെറോൺ. LNG-20യിലുള്ള ഹോർമോൺ ലെവനോജെസ്ട്രോൺ, പ്രൊജസ്റ്റോസെറോണിലുള്ള ഹോർമോൺ പ്രൊജസ്ട്രോണാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കോപ്പർ റിലീസിംഗ് IUDസിന്റെയും ഹോർമോൺ റിലീസിംഗ് IUDസിന്റെ ഒക്കെ മെക്കാനിസം ഓഫ് ആക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ കോപ്പർ റിലീസിംഗ് IUDs കോപ്പർ അയോൺസ് റിലീസ് ചെയ്യുമ്പോൾ അത് സ്പെർമിന്റെ മോട്ടിലിറ്റി, കപ്പാസിറ്റേഷൻ, സർവൈവൽ ഇതിനെയൊക്കെ അഫക്ട് ചെയ്യും. ഇനി ഹോർമോൺ റിലീസിംഗ് IUDs ആണെങ്കിൽ ഹോർമോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെർവൈക്കൽ മ്യൂക്കസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് സ്പെർമിന്റെ എൻട്രി തന്നെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചപ്പോൾ അതിൽ ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസസിന്റെ അഡ്വാൻറ്റേജസ് ആ ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന് ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. അതായത് നേരത്തെ നമ്മൾ OP കണ്ട പോലെ തന്നെ പെട്ടെന്ന് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഈ കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്തിട്ട് പേഷ്യന്റിനെ തിരിച്ചയക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് ഇത് ഇൻഎക്സ്പെൻസീവ് ആണ്. വേറൊരു അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മൾ ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വൺസ് ഇൻസേർട്ടഡ് ആണെങ്കിൽ അതവിടെ എത്ര കാലം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും കാലം അവിടെ ഇൻസേർട്ടഡ് ആക്കി വെക്കണം. ഇനി അഥവാ വല്ല സൈഡ് എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്താൽ അതെല്ലാം പോവുകയും ചെയ്യും.